CPIM-ന്റെ പോളിറ്റ് ബ്യൂറോയ്ക്ക് ആണല്ലോ പാർട്ടി അനുഭാവിയായ ഷർഷാദ് എഴുതിയ ഈ പരാതി കിട്ടിയത്. അപ്പോൾ CPIM പാർട്ടി നേതാക്കളെ കൂടി പരാമർശ വിധേയമാക്കുന്ന ഈ പരാതി പരിശോധിച്ചിട്ടുണ്ടോ? അതേക്കുറിച്ചൊരു അന്വേഷണം നടത്തിയിട്ടുണ്ടോ? അഭിലാഷേ, യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൻ്റെ ഗൗരവം എത്രത്തോളം ഉണ്ട് എന്ന് അഭിലാഷിന് ബോധ്യമുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഇന്നത്തെ മാതൃഭൂമി പത്രത്തിൻ്റെ മെയിൻ വാർത്തയായത് നോക്കൂ നിങ്ങൾ. ഞാൻ അങ്ങോട്ട് വരാം. മെയിൻ വാർത്തയാണ്. മാതൃഭൂമി പോലെ വലിയ ചരിത്ര പ്രാധാന്യമുള്ള അല്ലെങ്കിൽ അങ്ങനെ ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന ഒരു പത്രത്തിൻ്റെ ഏറ്റവും ലീഡിംഗ് ന്യൂസ്. ഇത് എന്താ സംഭവം? നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ PBയുടെ എന്തോ രഹസ്യമാണോ ചോർന്നത്? ഈ പറയുന്ന പരാതിക്കാരൻ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ ഈ പരാതി ഇട്ടിട്ട് ഞാൻ PBക്ക് അയച്ച കത്ത് ഇനി ആവശ്യമുള്ളവർക്കൊക്കെ ഞാൻ അയച്ചു തരാം എന്ന് പറഞ്ഞത് എന്റെ കൈവശമുണ്ട്. അല്ല, ഇൻസ്റ്റാഗ്രാമിൽ ആ പരാതിയുടെ കവറിംഗ് പേജ് അല്ലേ ഇട്ടിട്ടുള്ളൂ? ഇപ്പോൾ അയാൾ മുക്കി കേട്ടോ. മതിയല്ലോ. അതിന്റെ അർത്ഥം ചോദിച്ചവർക്കൊക്കെ അയാൾ കൊടുത്തിട്ടുണ്ടാവാം. അല്ല, അപ്പോ അദ്ദേഹത്തോട് അതിനടിയിലുള്ള ക്യാപ്ഷൻ എന്താ? ഈ പരാതിക്കാരൻ ആവശ്യം ഉള്ള ആളുകൾക്കൊക്കെ അത് കൊടുത്തിട്ടുണ്ടാവും എന്നുള്ളതാണല്ലോ. ഓക്കെ, ശരി. അങ്ങനെ ആവശ്യക്കാർ ഈ പരാതിക്കാരിൽ നിന്ന് വാങ്ങിയ പരാതിയാണോ രാജേഷ് കൃഷ്ണ ഹൈക്കോടതിയിൽ കൊടുത്തത്? രാജേഷ് കൃഷ്ണ ഹൈക്കോടതിയിൽ പറയുന്നത് ഇത് CPM PBക്ക് കൊടുത്ത പരാതിയാണ് എന്നാണ് അഫിഡവിറ്റ് കൊടുത്തിരിക്കുന്നത്. രാജേഷ് കൃഷ്ണക്കെതിരെ ഒറ്റ മിനിറ്റ് അഭിലാഷ്. രാജേഷ് കൃഷ്ണക്കെതിരെ CPIM പോളിറ്റ് ബ്യൂറോ മെമ്പർ സഖാവ് അശോക് ധവളക്ക് പരാതി കൊടുത്തത് ഞാനാണ്. ആർക്ക് വേണമെങ്കിലും പരാതിയുടെ പകർപ്പ് ആവശ്യപ്പെടാം എന്നുള്ളതാണ്. ബാക്കി നിങ്ങൾ ഇനി ഇത് കിട്ടിയത് ഇനിയിപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ നിന്നാണോ കിട്ടിയത്, അല്ല ഇയാൾ കൊടുത്ത ആരുടെയെങ്കിലും കയ്യിൽ നിന്നാണോ ഇത് കിട്ടിയത് എന്നൊക്കെ നിങ്ങൾ അന്വേഷിച്ചോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ PBയിൽ നിന്ന് ഒരാൾക്ക് പ്രിന്റ് എടുത്ത് കൊടുത്തു എന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കില്ല. അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇദ്ദേഹം തന്നെ ഇൻസ്റ്റഗ്രാമിലിട്ട പോസ്റ്റായത്. എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കുടുംബകാര്യങ്ങളിൽ ഇപ്പൊ നേരത്തെ തന്നെ നിങ്ങൾ സൂചിപ്പിച്ചു അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അങ്ങനെ പറയുന്ന അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇമേജ് ഉള്ള ഒരു കക്ഷിയുടെ ഇങ്ങനെയുള്ള വിളിച്ചു പറയലിനെ ഇത്രയധികം വാർത്തയൊക്കെ ആക്കിക്കോ. അതിനൊരു മര്യാദ വേണ്ടേ? എന്താ ഇതിൽ പ്രശ്നം? CPM-നെ സംബന്ധിച്ചിടത്തോളം എന്ത് പ്രശ്നമുണ്ട് എന്നാ നിങ്ങൾ പറയുന്നത്? ഇങ്ങനെ ആർക്കും കിട്ടാവുന്ന ആർക്കും തരാമെന്ന് പറയുന്ന ഒരു രേഖ രാജേഷ് കൃഷ്ണ എന്ന് പറയുന്ന ഒരാൾ കോടതിയിൽ ഹാജരാക്കി. അതിനെന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല. മാതൃഭൂമിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മറ്റു ചില പിന്നെന്താ പ്രശ്നം? ഞാൻ പറയാം. ഈ രാജേഷ് കൃഷ്ണ പറയുന്നു ഈ രേഖ ഇല്ലേന്നറിയില്ല. അല്ല, ഞാൻ പറയട്ടെ. ഈ രേഖ CPM-ന്റെ പോളിറ്റ് ബ്യൂറോയ്ക്ക് കൊടുത്ത പരാതിയാണ് എന്ന് കോടതി മുൻപാകെ രാജേഷ് കൃഷ്ണ ബോധിപ്പിക്കുന്നുണ്ട്. അപ്പോ CPM-ന്റെ പോളിറ്റ് ബ്യൂറോയ്ക്ക് കിട്ടിയ പരാതി അല്ലെങ്കിൽ അത് CPM വിശദീകരിക്കണം. അതല്ലെങ്കിൽ കിട്ടിയ സോഴ്സ് എന്താണെന്ന് രാജേഷ് കൃഷ്ണ വിശദീകരിക്കണം. എങ്ങനെയാണ് ഈ പരാതി അദ്ദേഹത്തിന് കിട്ടിയത്? CPM-ന്റെ PBക്ക് കൊടുത്ത പരാതി എങ്ങനെയാണ് രാജേഷ് കൃഷ്ണക്ക് കിട്ടിയതെന്ന് രാജേഷ് കൃഷ്ണ വിശദീകരിക്കണം. ഞാൻ ചോദിച്ച ചോദ്യം, CPM-ന്റെ PBക്ക് ഒരു പരാതി കിട്ടിയല്ലോ, ആ പരാതിയിൽ CPM നേതാക്കളെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. എന്റെ ചോദ്യം എന്തായിരുന്നു? ആ പരാതിയെക്കുറിച്ച് എന്തെങ്കിലും ഒരു പരിശോധനയോ അന്വേഷണമോ CPM നടത്തിയിട്ടുണ്ടോ? അതിൽ പറയുന്ന ആരോപണങ്ങൾ ശരിയോ തെറ്റോ എന്നുള്ള വാദം എനിക്കില്ല. ആ പരാതിയിൽ എന്തെങ്കിലും ഒരു പരിശോധന നടത്തിയിട്ടുണ്ടോ ഇല്ലയോ? അല്ല, അതാണോ ഇന്നത്തെ ചർച്ച? അല്ല, അതാണ് എന്റെ ആദ്യത്തെ ചോദ്യം. അത് പറയണ്ടേ? കുടുംബ പ്രശ്നവുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തി ഒറ്റ മിനിറ്റ് ഞാൻ പറഞ്ഞോട്ടെ. നിങ്ങൾ ഇന്ന് രാവിലെ മുതൽ ഇങ്ങനെ വല്ലാതെ ഓടിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ നിങ്ങളുടെ മാതൃഭൂമി പത്രത്തിലൊക്കെ ഉള്ള ചർച്ച അതാണോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഒരു വ്യക്തി മറ്റൊരാൾക്കെതിരെ അദ്ദേഹത്തിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട ഒരു പരാതി കൊടുത്തു. ആ പരാതി എന്ത് ചെയ്തു? ആ പരാതി പരിശോധിച്ചോ എന്നുള്ളതാണ് നിങ്ങളുടെ ചോദ്യം. അതൊക്കെ പാർട്ടിന് ഇങ്ങനത്തെ നൂറുകണക്കിന് പരാതികൾ വരുന്ന ആഫീസല്ലേ ഞങ്ങളുടെ ആഫീസ്? അഭിലാഷൻ അറിയാത്തതല്ലല്ലോ. ആ പരാതിയൊക്കെ പരിഹരിക്കുന്നതിനും പരിശോധിക്കുന്നതിനും ഒക്കെ ഓരോ രീതിയുണ്ട്. ചിലത് ഞങ്ങൾക്ക് പറ്റുന്നത് പരിഹരിക്കും, പറ്റാത്തത് ആ രീതിയിലേക്ക് പോകും. അങ്ങനെയൊക്കെ ഉണ്ട്. അത് അവരോടല്ലേ പറയാ. അതിലിപ്പോൾ ഞങ്ങളെടുത്ത ഓരോരോ നമ്പർ ഇട്ട് ഞങ്ങളെടുത്ത സമീപനം എന്താണ്? ഞങ്ങൾ ഇന്ന ദിവസം യോഗം ചേർന്നു, ഇന്ന് അങ്ങനെയൊക്കെ പറയുമോ?
ഇത് വ്യക്തിപരമായി അദ്ദേഹം കൊടുത്തൊരു പരാതി, അവിടെയാണ് കുടുംബവുമായി ബന്ധപ്പെട്ട ഒരു പരാതി. അങ്ങനെ ആർക്കൊക്കെ പരാതി കിട്ടും? അദ്ദേഹത്തിന്റെ ഭാര്യയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഡിവോഴ്സുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മാത്രമാണോ CPM പരിശോധിച്ചോ എന്ന് ഞാൻ ചോദിക്കാനുള്ള കാരണം കൂടി പറയാം വസീഫെ. ഒന്ന് CPM നേതാക്കളുടെ മുഖ്യമന്ത്രിയോട് അടക്കമുള്ള സൗഹൃദം അദ്ദേഹം ഉപയോഗിക്കുന്നു, അദ്ദേഹത്തിന് പല ഇടപാടുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന ഗുരുതരമായ ആരോപണം. CPM നേതാക്കളെ, മന്ത്രിമാരെ അടക്കം ലണ്ടനിൽ ഹോസ്റ്റ് ചെയ്യുന്നത് അദ്ദേഹമാണ്. ഇപ്പോൾ പഴയ മസാല ബോണ്ട് ഓർമ്മയുണ്ടല്ലോ, മസാല ബോണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മണിയടിക്കാൻ പോയതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ആ പരിപാടി, ആ സമയത്ത് ആ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചത് അല്ലെങ്കിൽ ലണ്ടനിൽ ഹോസ്റ്റായി നിന്നത് രാജേഷ് കൃഷ്ണയാണ് എന്ന് ആരോപിക്കുന്നു. അതുപോലെ തന്നെ അവിടെ നിന്ന് ബ്രിട്ടനിൽ നിന്ന് കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഒരു ബ്രിട്ടീഷ് സംഘം ഇവിടെ വന്നു എന്നതിന്റെ പേരിൽ 50 ലക്ഷം രൂപയുടെ ഒരു ഇടപാട് നടത്തി. ആ ബ്രിട്ടീഷ് സംഘം വന്നത് തന്നെ ഒരു ഇല്ലാത്ത സംഭവമായിരുന്നു. ആകപ്പാടെ അതിലൊരു ബ്രിട്ടീഷ് പൗരനെ ഉണ്ടായിരുന്നുള്ളൂ. അത് തന്നെ ചില ദുരൂഹമായ ഇടപാടുകളാണ് എന്ന് ഇദ്ദേഹം ആരോപിക്കുന്നു. ഇങ്ങനെ നൂറുകണക്കിന് കാര്യങ്ങൾ. ഒരു ചെന്നൈയിൽ ഒരു കമ്പനി രൂപീകരിച്ച് ആ കമ്പനി വഴി കേരളത്തിലെ CPM നേതാക്കൾക്ക് തെരഞ്ഞെടുപ്പ് ഫണ്ട് കൊടുക്കുന്നത് അടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്റെ ചോദ്യം, പാർട്ടിയുടെ നേതാക്കളെ കുറിച്ച്, ഉത്തരവാദപ്പെട്ട പൊസിഷനിൽ ഇരിക്കുന്ന ആളുകളെ കുറിച്ച് ഒരാൾ ഇങ്ങനെയൊക്കെ പറയാണ്, ഞാനത് സത്യമാണെന്നൊന്നും പറയുന്നില്ല, ഒരാൾ ഇങ്ങനെയൊക്കെ പറഞ്ഞൊരു കത്ത് നൽകുമ്പോൾ പാർട്ടിക്ക് നൂറുകണക്കിന് പരാതികൾ വരുന്നതല്ലേ, അത് പരിശോധിച്ചോ ഇല്ലയോ എന്ന് പറയാൻ പറ്റുമോ എന്നുള്ളതാണോ അതിന്റെ ഉത്തരം? അഭിലാഷേ, ഇതിൽ പറയുന്ന എന്തിനെങ്കിലും അദ്ദേഹത്തിന്റെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ അഭിലാഷിന് തന്നെ ഈ പാർട്ടിയെ കുറിച്ചൊക്കെ അറിയാലോ. എന്തിനെങ്കിലും ഒരു തരിമ്പെങ്കിലും തെളിവുണ്ടെങ്കിൽ അതിനാവശ്യമായ നടപടി ഞങ്ങൾ പാർട്ടി എടുത്തിരിക്കും, അതിലൊരു തർക്കവും വേണ്ട. പക്ഷെ ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പരാതിയിൽ നടപടിയെടുത്തോ പരാതി പരിശോധിച്ചോ ഇതൊന്നും അല്ലല്ലോ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നിങ്ങൾ ഇത് ചർച്ച ചെയ്ത് ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഈ പറയുന്ന ഈ കക്ഷി മറുനാടൻ മലയാളിയും ഇദ്ദേഹവും തമ്മിലുള്ള ബന്ധം എന്താ നിങ്ങൾക്കറിയാലോ. മറുനാടൻ മലയാളിയുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തി അഭിമുഖം കൊടുത്ത് സാക്ഷാൽ മമ്മൂട്ടിക്കെതിരെ ഇദ്ദേഹം ഉന്നയിച്ച ആക്ഷേപങ്ങളൊക്കെ നമ്മൾ കേട്ടതല്ലേ കേരളത്തിൽ. അതൊക്കെ ശരിയാണോ എന്ന് അതൊക്കെ ശരിയാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മറുപടി പറയണം എന്ന് നിങ്ങൾ ചോദിക്കോ? നട്ടാൽ കുരുക്കാത്ത നുണകൾ ആവർത്തിച്ച് പറഞ്ഞ് മമ്മൂട്ടിയെ പോലെയുള്ള ഒരു മഹാനെ പോലും ഇങ്ങനെ സംശയത്തിന്റെ ദൃഷ്ടിയിൽ നിർത്തിയ ഒരാളാണ് ഇദ്ദേഹം. 2 or 3 കോടതി പരാമർശങ്ങൾ ഇദ്ദേഹത്തിനെതിരെ ഉണ്ട്. ഇദ്ദേഹത്തിന്റെ ഭാര്യക്കെതിരെ ഇദ്ദേഹം നടത്തിയ പരാതിയുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഈ വിഷയമൊക്കെ പുറത്തെത്തുന്നത്? ഇദ്ദേഹവും ഭാര്യയുമായിട്ടുള്ള പ്രശ്നവുമായി ബന്ധപ്പെട്ടല്ലേ. ഒരു സിനിമാ ലൊക്കേഷനിലേക്ക് ഇദ്ദേഹം കടന്നു വരുന്ന സമയത്ത് ആ സിനിമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കക്ഷി എന്നുള്ള നിലക്ക് തടയുകയും അതിൽ സംസാരമുണ്ടാവുകയൊക്കെ ചെയ്തു എന്നുള്ളതാണല്ലോ ഇതിന്റെ തുടക്കം. അങ്ങനെയൊക്കെ വന്ന് ഒരു സംഭവത്തിന് എന്തിനാണ് ഗോവിന്ദ മാഷ പോലെയുള്ള ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരാകെ മാതൃകയാക്കാൻ ശ്രമിക്കുന്ന ഒരു ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറിയുടെ മുകളിൽ അദ്ദേഹത്തിന്റെ ദേഹത്തേക്ക് ചളി വാരി എറിയാൻ ഒരവസരമായി ഉപയോഗിക്കുന്നത് എന്തിനാ? ഇതിന്റെ പിന്നിൽ വലിയ ഗൂഢാലോചന ഉണ്ട്. ഇങ്ങനെ ആലോചിച്ച് ഇത് വലിയ വാർത്തയാക്കി കൊണ്ടുവരുന്നതിൽ അല്ലാതെ എന്ത് പ്രാധാന്യമാണ് ഈ വിഷയത്തിനുള്ളത്? എന്ത് പ്രാധാന്യമാണുള്ളത്? പ്രാധാന്യം പ്രാധാന്യമുള്ള വിഷയങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സർക്കാരിന്റെ കാലത്തെയും ഈ സർക്കാരിന്റെ കാലത്തെയും ബ്രിട്ടനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില സന്ദർശനങ്ങൾ, ചില പദ്ധതികളൊക്കെ ഇവിടെ ആരോപണ വിധേയമാണ്. ഞാൻ ഇയാൾ പറഞ്ഞതൊക്കെ ശരിയാണ് എന്നുള്ള വാദമേ ഇവിടെ ഉന്നയിക്കുന്നില്ല. അയാൾ ആരോപിക്കുന്നു, അത് സത്യമാണോ അല്ലയോ എന്ന് ആരെങ്കിലും പരിശോധിച്ചാലല്ലേ അതിന്റെ വരികയുള്ളൂ. അപ്പോ അങ്ങനെ ഒരു വിഷയം ഇവിടെ ഇരിക്കുന്നു. അല്ലാതെ ഇപ്പോൾ രണ്ടുപേരുടെ ഒരാളുടെ വൈവാഹിക തർക്കത്തിൽ നാട്ടുകാരെല്ലാം കയറി അഭിപ്രായം പറയുന്നതല്ല ഇത്. കേരള സർക്കാരുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ഈ ഷർഷാദ് എന്ന പഴയ CPM മെമ്പർ ആയിട്ടുള്ള CPM സഹയാത്രികനായിട്ടുള്ള വ്യക്തി, അയാളുടെ മാരിറ്റൽ പ്രോബ്ലംസുമായി ബന്ധപ്പെട്ട പറഞ്ഞ കാര്യങ്ങൾ പാർട്ടിയുടെ മുമ്പിൽ എത്തിയപ്പോ, നാട്ടുകാരുടെ മുമ്പിലൊന്നും അല്ലല്ലോ, കോടതിയുടെ മുമ്പിലല്ലോ, പോലീസ് സ്റ്റേഷനിലല്ലോ, പാർട്ടിയുടെ മുമ്പിൽ എത്തിയപ്പോൾ അത് പാർട്ടി പരിശോധിച്ചിട്ടുണ്ടോ, ഇത് തെറ്റാണ് എന്ന് നിഗമനത്തിൽ എത്തിയിട്ടുണ്ടോ? ഇത്തരം കാര്യങ്ങളാണ് ഞാൻ ചോദിക്കുന്നത് ആദ്യം മുതലേ. അല്ല, അതുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ രാജേഷ് കൃഷ്ണ ഇത് കോടതിയിൽ ചലഞ്ച് ചെയ്തത്. പിന്നെ ഇന്ന് പറഞ്ഞ വേറൊരു കാര്യമുണ്ട് തോമസ് ഐസക്കുമായി ബന്ധപ്പെട്ട്. തോമസ് ഐസക്ക് അസന്നിഗ്ധമായി പറഞ്ഞല്ലോ, വെല്ലുവിളിച്ച് പറഞ്ഞല്ലോ കോടതി പോവുകയാണെന്ന്. അതിനപ്പുറത്തേക്ക് ഇനി ഈ വിഷയത്തിൽ എന്ത് ക്ലാരിറ്റിയാണ് നിങ്ങൾക്ക് വേണ്ടത്? പിന്നെ നോക്കൂ നിങ്ങൾ, ഞാൻ നേരത്തെ കാണിച്ച വാർത്തയാ, മാതൃഭൂമിയിൽ ഇതുപോലെ തന്നെ ദിവസങ്ങളോളം നിങ്ങൾ ആഘോഷിച്ച ഫ്രണ്ട് പേജിൽ കൊടുത്ത വാർത്തയാ. ആ വാർത്ത നിങ്ങൾക്കറിയാം, ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട വാർത്തയാ. എന്നാൽ ഇപ്പോ ഒരു വിവാദമുണ്ട്. മറ്റൊരു സർട്ടിഫിക്കറ്റ് കൊടുത്ത, വ്യാജ സർട്ടിഫിക്കറ്റ് കൊടുത്ത് പ്രമോഷൻ കരസ്ഥമാക്കിയ ഒരു വാർത്തയും ഒരു പരാതിയും ഒരു കേസും ഒരു വസ്തുതയൊക്കെ ഉണ്ട്. അദ്ദേഹത്തിന്റെ പേര് നിങ്ങൾക്കറിയോ അഭിലാഷേ? സങ്കടം കൊണ്ട് ചോദിക്കുക, നിങ്ങൾക്കറിയോ ആരാണ് അങ്ങനെ ഒരു പ്രൊമോഷന് വേണ്ടി ഡിഗ്രിയുടെ വ്യാജ സർട്ടിഫിക്കറ്റ് ബീഹാർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കൊണ്ടുവന്ന് കൊടുത്തത് എന്ന് പറയാൻ പറ്റുമോ?
പറയാൻ പറ്റുമോ? അഭിലാഷിന് പറയാൻ പറ്റില്ല. മുസ്ലിം ലീഗിന്റെ നേതാവ്, യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാ ഗഫൂർ കോൽക്കളത്തിൽ. ഈ എന്നെ കേൾക്കുന്ന പ്രേക്ഷകർക്ക് പോലും അങ്ങനെ ഒരു പേര് ചിലപ്പോൾ ഓർമ്മയുണ്ടാവില്ല. ഗഫൂർ കോൽക്കളത്തിൽ തന്റെ ജോലിക്ക് പ്രൊമോഷൻ കിട്ടുന്നതിന് വേണ്ടി യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അദ്ദേഹത്തിന്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, ഡിഗ്രിക്ക് പോകാത്ത ഒരു മനുഷ്യൻ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വാങ്ങിക്കൊണ്ടുവന്ന് അത് ഫേക്ക് സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്നു. അത് തെറ്റാണെന്ന് മനസ്സിലാക്കുന്നു, അത് വ്യാജമാണെന്ന് അധികാരികൾക്ക് ബോധ്യപ്പെടുന്നു. നടപടിയെടുക്കുമ്പോൾ തിരിച്ചെടുത്തിട്ട് അദ്ദേഹം പറയാണ് ആഘോഷമല്ല. കഴിഞ്ഞ 9 കൊല്ലമായിട്ട് കേരളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കല്ലേ? പഞ്ചായത്ത് അല്ല, കേസ് യൂത്ത് ലീഗുകാരനോ MSFകാരനോ വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തൂത്തുവാരി അകത്തിടണമെന്ന് ആരെങ്കിലും വേണ്ടെന്ന് പറഞ്ഞോ? അതല്ല, ഇതിന്റെയൊക്കെ കേസ് എന്താണെന്നോ? കേസ് എടുക്കണം, ആരെങ്കിലും വേണ്ടെന്ന് പറഞ്ഞോ? അഭിലാഷേ, ഞാനും പറഞ്ഞോട്ടെ, ഇതില് അല്ല കേസ് എടുക്കുന്നേ. എന്താ നിങ്ങൾക്ക് വാർത്തയല്ല, നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ പേര് പോലും ഓർമ്മയില്ല എന്നാ ഞാൻ പറഞ്ഞത്. അതാ പറഞ്ഞത്, നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. മുസ്ലിം ലീഗിന്റെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ, പാലക്കാട്ടുകാരൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് തന്നെ വ്യാജമായി ഹാജരാക്കി നിങ്ങൾക്ക് അതിനോട് അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചല്ലോ. അതെന്തല്ല, കഴിഞ്ഞ 9 വർഷമായി ഇവിടെ ഭരിക്കുന്ന സർക്കാരിനെ കുറിച്ചുള്ള ആരോപണങ്ങളാണ്. ഞാൻ അതൊന്നും ശരിവെച്ചിട്ടില്ല. നിങ്ങൾ അത് എങ്ങനെ പരിശോധിക്കുന്നു, എങ്ങനെ അന്വേഷിക്കുന്നു, എന്താണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ? ഇതാണല്ലോ നമ്മൾ അറിയേണ്ട, പൊതുസമൂഹം അറിയേണ്ട കാര്യം. ലീഗുകാരൻ വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയെങ്കിൽ ലീഗുകാരനെ പിടിച്ച് അകത്തിടണമെന്ന് അതിലിപ്പോ എന്താ ചെയ്യാൻ പറ്റുക? അതില് അത്രേ ഉള്ളൂ. വിഷയങ്ങൾ എന്താണെന്നുള്ളത് താങ്കൾക്ക് ബോധ്യമുണ്ട്. ഞാൻ ചോദിക്കുന്നത്, CPIM എന്ന പാർട്ടിയുടെ മുമ്പിൽ ഇങ്ങനെ ഒരു പരാതി ഉണ്ടല്ലോ, ആ പരാതി ഉണ്ട്, ആ പരാതി ഉണ്ടെന്ന് നിങ്ങൾ തന്നെ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ പരാതി അറ്റ്ലീസ്റ്റ് ഒന്ന് മറച്ചു നോക്കിയിട്ടുണ്ടോ? അതൊന്ന് അന്വേഷിച്ചിട്ടുണ്ടോ? അദ്ദേഹത്തെ കുറിച്ച് അഭിലാഷിന് ഓർമ്മയുണ്ടാവൂ. ആരെ കുറിച്ച്? പിന്നെയുണ്ട് കേസ് മലപ്പുറത്ത് തന്നെ 25 കോടി മലപ്പുറത്തെ ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ TP ഹാരിസ് ഹജ്ജിന് പോകുന്നവരിൽ നിന്ന് പണം വാങ്ങി കേരളത്തിൽ ഓരോ ദിവസവും എത്ര ക്രിമിനൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ടാവും? ഞാൻ ഇതിന്റെ പട്ടിക എടുക്കാൻ ഞാൻ പറഞ്ഞത് അല്ല, അതാ പറഞ്ഞത്. നിങ്ങൾക്ക് ഏതോ ഒരുത്തന്റെ എന്തും വിളിച്ചു പറയുന്ന ഒരുത്തന്റെ ഒരു പരാതി എടുത്ത് പൊക്കി പിടിച്ച് മാതൃഭൂമി പോലെയുള്ള പാരമ്പര്യമുള്ള പത്രത്തിന്റെ മെയിൻ ലീഡ് വാർത്തയാക്കാം. നിങ്ങൾക്ക് വസ്തുതകൾ വാർത്തയാക്കാൻ പറ്റില്ല. ശരിയല്ല, അതിൽ വലിയ ഈ മാതൃഭൂമിയും അതുപോലെ ചില ചാനലുകളും വലിയ കൗതുകമുണ്ട്. എങ്ങനെയാണ് എന്നുള്ളത് എന്റെ ആവശ്യമാണ്. എങ്ങനെയാണ് ഞാൻ പറഞ്ഞുള്ളൂ, ഒരു വ്യക്തി ആ വ്യക്തിക്കെതിരെ അയാൾ വിശ്വസിക്കുന്ന പാർട്ടിയിൽ കൊടുത്തിട്ടുള്ള പരാതി അയാൾ തന്നെ കൊടുത്ത ഡിഫമേഷൻ കേസിൽ തെളിവായി ഹാജരാക്കുന്നത് തുടങ്ങിയ വളരെ കൗതുകകരമായ കുറെ കാര്യങ്ങളുണ്ട്. ഞാൻ അടുത്ത റൗണ്ടിൽ അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. അല്ല, മലയാളത്തിലല്ലേ അഭിലാഷിനോട് ഞാൻ പറഞ്ഞത്, അദ്ദേഹം തന്നെ ആർക്ക് വേണമെങ്കിലും കൊടുക്കാം. രാജേഷ് കൃഷ്ണ വിശദീകരിക്കണ്ടേ എവിടുന്നാണ് ഈ ഡിഫമേഷൻ കേസിൽ കൊടുത്തിട്ടുള്ള ഈ സബ്മിഷൻ വന്നത് എന്ന് രാജേഷ് കൃഷ്ണ പറയണ്ടേ? രാജേഷ് കൃഷ്ണനെ ചോദിക്കാൻ അദ്ദേഹം അവൈലബിൾ ആണോ? ആർക്കെങ്കിലും അവൈലബിൾ ആണോ അദ്ദേഹം? നമ്പർ തരൂ, ഞാൻ ചോദിക്കാം എവിടുന്നാ കിട്ടിയത്. പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകൻ തന്നെ ഇങ്ങനെ ഒരു ചർച്ച ലീഡ് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്? ചർച്ച ലീഡ് ചെയ്യാൻ ആധാരമായ വസ്തുത എന്നിവിടെ പറഞ്ഞത്. ഞാൻ അങ്ങനെയൊക്കെ വരാം. മാധ്യമ പ്രവർത്തനത്തെ കൊണ്ടുപോകുന്നത് ശരി. ഇനിയിപ്പോ അടുത്തത് മാധ്യമ പ്രവർത്തനത്തിന്റെ ക്ലാസ് ആണ്.